ഇന്നും ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഉൾപ്പെടെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ലഞ്ച് ബോക്സ് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണേ. അതും കാണണം, ഈ ലോങ് വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. കാണുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ രാവിലെ എന്നത്തെയും പോലെ തന്നെ ഞാൻ 2-3 ഗ്ലാസ് കട്ടൻ ചായ ഇങ്ങോട്ടിട്ട് അതിൽ 2 ഗ്ലാസ് ചായ എടുക്കുന്നുള്ളൂ, എനിക്കും ചേട്ടനും മാത്രം. ഗൗരിക്ക് 2-3 ദിവസം കൊണ്ട് ഭയങ്കര തലവേദനയാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കുഴപ്പമില്ല, രാവിലെ എഴുന്നേക്കണ്ട, പയ്യെ എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഇട്ടാൽ മതിയല്ലോ. ഇപ്പോൾ എനിക്കും ചേട്ടനും മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ചേട്ടൻ അങ്ങോട്ട് പോയി, കുളിക്കാനൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് ചെയ്യുന്നത് ഓമയ്ക്കയും ചെറുപയറും ഇട്ട് കറിയാണ് കേട്ടോ. നമ്മുടെ എരിശ്ശേരി പോലെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളിയും ജീരകവും കൂടെ അരയ്ക്കുവന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലെ തേജു അരിഞ്ഞ ഓമയ്ക്ക പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തൊലിയൊക്കെ ചെത്തി കറിയൊക്കെ ചെത്തിയിട്ട് പറഞ്ഞില്ല ഇന്നലെ. അപ്പോൾ അതെടുത്ത് ഞാൻ വലിയ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചു. പിന്നെ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. നടക്കാതെ ഇങ്ങോട്ട് വെളിയിൽ ഇറങ്ങിയതാണ്. പക്ഷേ 5:45 ആയുള്ളൂ. പക്ഷെ നല്ല വെട്ടമാണ് കേട്ടോ. നേരത്തെ വെട്ടം വീഴും. ഇപ്പം എനിക്കൊന്ന് പകൽ കൂടുതലും രാത്രി കുറവുമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് 5:45 സമയത്ത് നേരം വെളുത്തതിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കാണുന്നതാണ് ഞങ്ങളുടെ കടവിലോട്ട് പോകുന്ന വഴി, പിന്നെ നമ്മുടെ മെയിൻ റോഡിലോട്ട് പോകുന്ന വഴി. ഈ കാണുന്ന മുറി കുറേ പേര് ചോദിച്ചായിരുന്നു അതെന്തുവാന്ന്. അത് ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന വലിയൊരു റൂമാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുൻവശം. പിന്നെ ഈ സ്റ്റെപ്പ് കാണുന്നില്ലേ, സ്റ്റെയർ കേസ് കാണുന്നത് ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീടാണ് കേട്ടോ. ഈ സ്റ്റെയർ കേസ് കാണുന്നത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. അവിടെ 2 റൂമും അടുക്കളയും വലിയൊരു ഹാളും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ മക്കൾ പിന്നെ നമ്മുടെ ഹോം ടൂർ ചോദിച്ചായിരുന്നു, അത് കാണിക്കാവേ. ഇപ്പോൾ ഭയങ്കര മഴയില്ലേ, അതുകൊണ്ട് മുറ്റമൊക്കെ കാണിക്കാം. ഈ പുറകുവശം നമ്മളെ വരാന്തയുടെ അവിടെയും പുറകുവശമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തി വേണമല്ലോ. ഇപ്പോൾ എല്ലാം പോച്ചയൊക്കെ പിടിച്ചെടുക്കും. എന്ന് വെച്ചാൽ നിർത്താതെ മഴയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ 2-3 ദിവസം വെയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഹോം ടൂർ കാണിക്കുന്നതാണ് കേട്ടോ. മറന്നു പോയതൊന്നും അല്ല അമ്മ. പിന്നെ ഇന്ന് നമ്മുടെ സാമ്പാർ ചീരയും കൂടെ തോരനും കൂടെ ഉണ്ട് കേട്ടോ. ഇന്നലെ ഇത് ഗൗരിയുടെ അമ്മ ചുമന്ന ചീര കൊണ്ടുവന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ സാമ്പാർ ചീരയും കൂടെ കുറേ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നവനീത് എഴുന്നേറ്റ് വന്ന്. പിന്നെ നവനീതാണ് എനിക്ക് തേങ്ങയൊക്കെ തിരുമ്മി തന്നത്. നിന്ന് തിരുമുന്ന ചിരവ വാങ്ങിക്കണമെന്ന് കുറേ പേര് പറഞ്ഞു. പക്ഷേ ഇത് ഒത്തിരി വർഷത്തെ ചിരവയാണ്, നമുക്ക് കളയാനൊരു ബുദ്ധിമുട്ട്. പിന്നെ ഏതായാലും എനിക്കിപ്പോൾ ഇരുന്ന് ചെയ്യാം, വയ്യാത്തപ്പം നോക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർ വാങ്ങിക്കട്ടെ. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ഓമയ്ക്ക ഇടാൻ സമയമായി. വെള്ളം തിളച്ചു. അരിഞ്ഞ ഓമയ്ക്ക കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് നല്ലതുപോലെ വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ചെറുപയർ ഞാൻ അപ്പുറത്ത് കുക്കറിനകത്ത് ഉപ്പൊന്നും ഇടാതെ വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓമയ്ക്ക കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് ഈ വെന്ത ചെറുപയറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത്, ഒത്തിരിയും വെള്ളമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ തേങ്ങയുടെ അരപ്പിൻ്റെ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ അതാണ് നല്ലത്, അതുകൊണ്ട് വെള്ളം ചേർക്കണ്ട. ഇപ്പോൾ അതിനുള്ള തേങ്ങ പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ അരച്ച് നമ്മൾ ഈ ചെറുപയറും ഓമയ്ക്കൊക്കെ വെന്തില്ലേ അതിൻ്റെ അകത്തോട്ടിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കുറുക്കി അങ്ങോട്ട് എടുക്കാം. കുറുക്കണ്ട, ഒഴിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഞാൻ പിന്നെ ഗൗരിക്ക് കൊടുക്കാൻ വേണ്ടി ഇച്ചിരി കുറുക്കിയാണ് എടുത്തത്. ഗൗരിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒഴിക്കാനും ആകും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി കടുവറുത്തത് നമ്മൾ സാധാരണ എരിശ്ശേരിക്ക് ചെയ്യുന്നത് പോലെയാണ്. വറ്റൽമുളക്, കടുക്, ജീരകം ഇല്ല, ജീരകം നമ്മൾ അരച്ചതുകൊണ്ട് വേണ്ട. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ, ഇത്രയും കൂടി ഇട്ട് ഇതിനടുത്ത് ചേർത്ത് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി ഓമയ്ക്ക കറി ചെയ്യാം. പിന്നെ നമ്മുടെ തോരൻ കടുവറുക്കാം. കടുകിട്ട് പൊട്ട് വരുമ്പോഴത്തേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന സാമ്പാർ ചീര ഇട്ട് നല്ലതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് വെക്കാം കേട്ടോ. അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇതൊന്ന് വാടി കിട്ടിയാൽ മതിയല്ലോ. പിന്നെ തേങ്ങയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് അത് തോരനും ആക്കിയിട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഞാൻ ഇത് നമ്മുടെ മൈദാമാവ് നല്ലപോലെ കലക്കിയിട്ട് അതിനകത്ത് വറ്റൽമുളകും കടുകും ജീരകവും കൂടെ ഇട്ട് മൂപ്പിച്ചിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ മുളകിൻ്റെയൊക്കെ എരിവാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലെ കഴിക്കാൻ അതൊക്കെയാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് ഇതാണ്. ഇത് ഞാൻ ഷോർട്സിൽ ഇടുന്നതുകൊണ്ട് ഞാൻ ഈ ലോങ് വീഡിയോയിൽ ഇടുന്നില്ല. എല്ലാവർക്കും ബോറടിക്കത്തില്ലേ, എല്ലാവർക്കും ആർക്കും സമയമില്ലെങ്കിലും നമ്മുടെ ഉള്ള സ്നേഹം കൊണ്ട് എല്ലാവരും കാണുമല്ലേ. അപ്പം ഞാൻ ഒന്നുകൂടെ അതൊക്കെ ബോറടിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.